ഫസ്റ്റ് സാൻഡ്വിച്ച് കോമ്പൗണ്ട് എന്നറിയപ്പെടുന്ന ഫെറോസീനാണ്. എന്താണ് സാൻഡ്വിച്ച് കോമ്പൗണ്ട്? രണ്ട് പ്ലാനാർ റിംഗ് സ്ട്രക്ചേഴ്സ്, അത് സൈക്ലോപെൻറ്റ ഡൈഈൻ എന്നുള്ളതാണ്. അതായത് C5H5- സൈക്ലോപെൻറ്റ ഡൈഈനൈഡ്. ഇതിൻ്റെ ബോണ്ട് ഈ സൈഡുമാണ് വരുന്നത്. ഇവിടെ 2 ഇലക്ട്രോൺ വരും. അങ്ങനെ ഇതൊരു റിംഗ് ക്ലൗഡ് ഫോം ചെയ്യും, ഒരു പൈലക്ട്രോൺ ക്ലൗഡ്. രണ്ടാമത്തെ സൈക്ലോപെൻറ്റ ഡൈഈൻ എന്ന് പറയുന്നത് ഇതേപോലെ ഡബിൾ ബോണ്ട് ഇവിടെ ഇതെല്ലാം sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണാണ്. അവിടെ എല്ലാം ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടുത്തെ ഹൈഡ്രജൻ അയണൈസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ചേർന്നിട്ട് ഒരു 6 പൈ ഇലക്ട്രോൺ സിസ്റ്റമാണിത്. അതിനകത്ത് ഒരു Fe2+ വരുന്നു. അപ്പോൾ ഇതൊരു മൈനസ് ചാർജ്, ഇതൊരു മൈനസ് ചാർജാണ് വരുന്നത്. അങ്ങനെ ജനറലായിട്ട് നമുക്കിങ്ങനെ ഒരു റിംഗ് സിസ്റ്റം കാണിച്ചാൽ മതി വിത്ത് എ നെഗറ്റീവ് ചാർജ് ആൻഡ് Fe2+. സോ 2 സൈക്ലോപെൻറ്റ ഡൈനൈൽ റിങ്, ഒരു സെൻട്രൽ Fe2+. അങ്ങനെ ഒരു 3 ലെയർ സ്ട്രക്ചർ വന്നുകൊണ്ടാണ് അതിനെ സാൻഡ്വിച്ച് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അത് ഫെറോസീൻ. അതുപോലെ തന്നെ മറ്റൊരു സാൻഡ്വിച്ച് കോമ്പൗണ്ടാണ് ഡൈബെൻസീൻ ക്രോമിയം. അത് 2 ബെൻസീൻ റിങ് വന്നിട്ട് അതും ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ സിസ്റ്റമാണ്, നിങ്ങൾക്കറിയാം. സെക്കൻഡ് ബെൻസീൻ റിങ്, അനദർ ഫ്ലാറ്റ് ബെൻസീൻ റിങ്, 2 ഫ്ലാറ്റ് പ്ലാനാർ ഹെക്സഗണൽ റിങ്ങിൽ ഇടയ്ക്ക് ഒരു ക്രോമിയം വന്നിട്ടുണ്ട് അതിലേക്ക്. അപ്പോൾ ഇവിടെ പൈ ബോണ്ട്, മെറ്റൽ പൈ ബോണ്ട്, ഇവിടെയും മെറ്റൽ പൈ ബോണ്ട്, ഇവിടെയും മെറ്റൽ പൈ ബോണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിനെ നമ്മൾ ജനറലായിട്ട് പൈ ബോണ്ടഡ് കോമ്പൗണ്ട്സ് എന്ന് പറയും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ മറ്റ് ചില ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിനെ പരിചയപ്പെടാം. താങ്ക് യു.